കോട്ടയത്ത് വെർച്വൽ അറസ്റ്റിൽ നിന്ന് ഡോക്ടറെ ലൈവായി രക്ഷപ്പെടുത്തി പോലീസ്. ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറെയാണ് പോലീസ് രക്ഷപ്പെടുത്തിയത്. ബാങ്കിൽ നിന്ന് കൂടുതൽ തുക ട്രാൻസാക്ഷൻ നടക്കുന്നത് ബാങ്കിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി വിഭാഗം പോലീസിനെ അറിയിക്കുകയായിരുന്നു. കൊറിയർ സർവീസ് വഴി ലഹരി വസ്തുക്കളും സ്ഫോടക വസ്തുക്കളും കടത്തിയെന്ന് പറഞ്ഞാണ് ഡോക്ടറെ തട്ടിപ്പ് സംഘം കുരുക്കിയത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. മിഥുൻ, നമുക്കറിയാം മൻ കി ബാത്തിലടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നത് നമ്മുടെ രാജ്യത്ത് ഇല്ല, ഇത്തരം തട്ടിപ്പ് സംഘങ്ങളിൽ വീഴരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വിദ്യാഭ്യാസ സമ്പന്നരായ, സമൂഹത്തിലെ ഏറ്റവും വിലയും നിലയുമുള്ള ആളുകൾ പോലും ഈ ഡിജിറ്റൽ അറസ്റ്റിൽ അകപ്പെടുന്നു എന്നതിന് തെളിവ് തന്നെയാണല്ലേ ഈ ഒരു സംഭവം? തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ കേട്ടുകഴിഞ്ഞാൽ അവിശ്വസനീയമെന്ന് തന്നെ കരുതുന്നു. എങ്ങനെയാണ് ഇത്തരം ഫോൺ കോളുകളിലും അതുപോലെ തന്നെ അവർ നൽകുന്ന ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നൽകുന്ന വ്യാജരേഖകളിലും ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ വ്യാജമെന്ന് തിരിച്ചറിയാവുന്ന രേഖകളിൽ പോലും വിശ്വസിച്ച് ഭയപ്പെട്ടുകൊണ്ട് പണം കൈമാറുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്, ആശ്ചര്യമായി തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇതിൽ ഇരകളായവർ പറയുന്നത് ആ സമയത്തെ അവരുടെ സമീപനം കൊണ്ടും നമ്മുടെ ഭയം കൊണ്ടും എല്ലാം മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ ഉണ്ടാകുന്നത് എന്നാണ്. ഈ ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള ഒരു ഡോക്ടറാണ് ഇപ്പോൾ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. ഡോക്ടർക്ക് വന്ന ഒരു കൊറിയറിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്നായിരുന്നു ഇന്ത്യൻ പോസ്റ്റ് എന്നുള്ള ധാരണയിൽ ആദ്യം ഫോൺ കോളുകൾ വന്നത്. പിന്നീട് മുംബൈ പോലീസിന്റെ എന്ന് വ്യാജേനയായിരുന്നു ഇത്തരത്തിൽ ഫോൺ കോൾ വന്നത്. ഇത്തരത്തിൽ ഈ തങ്ങൾ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും 30 ലക്ഷം രൂപ കൈമാറിയാൽ ജാമ്യം ലഭിക്കുമെന്നായിരുന്നു ഡോക്ടറെ ധരിപ്പിച്ചത്. ഡോക്ടർ ഈ തട്ടിപ്പിൽ വീണുപോവുകയായിരുന്നു. ഭയപ്പെട്ട ഡോക്ടർ ആദ്യഘട്ടമായി 5,25,000 രൂപയാണ് കൈമാറിയത്. ഈ ഡോക്ടർക്ക് ഓൺലൈൻ പേയ്മെന്റ് ഉണ്ടായിരുന്നില്ല, ഓൺലൈൻ ട്രാൻസാക്ഷൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. ബാങ്കിൽ നേരിട്ടെത്തി, SBI ബാങ്കിൽ നേരിട്ടെത്തിയായിരുന്നു പണം നൽകാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് ശ്രദ്ധയിൽപ്പെട്ട ബാങ്ക് ജീവനക്കാർ ഇതൊരു ഉത്തരേന്ത്യൻ അക്കൗണ്ട് ആണെന്ന് തിരിച്ചറിയുകയും സംശയം ഉന്നയിക്കുകയും ചെയ്തതോടെ ഇതെന്റെ സുഹൃത്തിന്റെ അക്കൗണ്ട് ആണെന്നും സംശയിക്കേണ്ടതില്ല എന്നും ഡോക്ടർ തന്നെ ധരിപ്പിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് SBI പുതിയ ഒരു വ്യാജ ട്രാൻസാക്ഷനുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റേണൽ മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെ ഇത് സസ്പീഷ്യസ് ആയിട്ടുള്ള അക്കൗണ്ട് ആണെന്ന് തിരിച്ചറിയുകയും അവർ ചങ്ങനാശ്ശേരി ബാങ്ക് മാനേജർക്ക് വിവരം കൈമാറുകയാണ് ചെയ്തത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഈ നിർദ്ദേശം തട്ടിപ്പാണെന്നുള്ള കാര്യം ബാങ്ക് മാനേജർ അറിയിക്കുകയും ബാങ്ക് മാനേജർ തിരുവനന്തപുരത്തെ സൈബർ സെല്ലിനെ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ ഉടനെ തന്നെ ചങ്ങനാശ്ശേരി പോലീസ് ഈ ഡോക്ടറുടെ വീട്ടിലെത്തിയിരുന്നു. ഈ ഡോക്ടർ വാതിൽ തുറന്നെങ്കിലും പോലീസുമായി സഹകരിച്ചില്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അകത്ത് വീഡിയോ കോളിൽ നിന്ന് ഫോണിൽ നിന്ന് ഹിന്ദിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകരുത് എന്നുള്ള ഹിന്ദിയിലുള്ള സംഭാഷണം പുറത്തുള്ള പോലീസുകാർ ശ്രവിക്കുക, വാതിൽ തള്ളി തുറന്നുകൊണ്ട് തന്നെ ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെ അകത്ത് പ്രവേശിക്കുകയാണ് ചെയ്തത്. യൂണിഫോമിലുള്ള കേരള പോലീസിൽ ഉദ്യോഗസ്ഥരെ കണ്ടതോടെ തട്ടിപ്പ് സംഘം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഉടനെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറുകയും അടിയന്തരമായിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് ഏതാണ്ട് 5,25,000 രൂപ ഫ്രീസ് ചെയ്യുകയും ചെയ്തു. 4,65,000 രൂപ ഫ്രീസ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഏതാണ്ട് 65,000 രൂപയാണ്. അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കോട്ടയം SP ഷാഹുൽ ഹമീദ് വ്യക്തമാക്കിയിരിക്കുന്നത്. മിഥുൻ, ഈ തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? നിലവിൽ ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പോലീസ് അന്വേഷണം നടത്തുകയാണ് എന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് തട്ടിപ്പ് സംഘം സംബന്ധിച്ച് ഏതെങ്കിലും പാട്നയിൽ നിന്നുള്ള അക്കൗണ്ട്, പാട്ന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു അക്കൗണ്ടിലേക്കാണ് ഈ പണം കൈമാറിയത് എന്നാണ് ലഭ്യമായിട്ടുള്ളത്. അല്ലാതെ മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, അവരെ കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ വ്യാപകമായി ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഈ തട്ടിപ്പുകൾക്കെതിരെ ബോധവൽക്കരണവും കൃത്യമായി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവർ ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ ചില നോട്ടീസുകൾ, ചില രേഖകൾ ഈ തട്ടിപ്പ് സംഘം ഡോക്ടർക്ക് നൽകിയിരുന്നു. ഈ രേഖകൾ പരിശോധിച്ചാൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇതൊരു തട്ടിപ്പാണെന്നും വ്യാജരേഖകളാണ് എന്നും കൃത്രിമമായി നിർമ്മിച്ചെടുത്ത രേഖകളാണ് എന്നും പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് പറയുന്നത് ഇത്തരം രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ സാമാന്യ ബോധത്തോടെ ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം എല്ലാവരും ഉണ്ടാക്കണം.
പറയുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ പോലീസിൽ അറിയിക്കുക. നേരിട്ടോ അല്ലെങ്കിൽ അടിയന്തര ഫോൺ നമ്പറുകൾ മുഖേനയോ ഇത്തരത്തിൽ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ തടയാൻ കഴിയുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ബാങ്ക് ജീവനക്കാരുടെ ഇടപെടൽ അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഇത്തരം തട്ടിപ്പ് സംഘങ്ങളിൽ ചെന്നപ്പെടാതിരിക്കാൻ ജനങ്ങൾ കൂടുതൽ ജാഗ്രതാപൂർവ്വം മുന്നോട്ട് പോകേണ്ട ആവശ്യകതയും കൂടെ ഉണ്ട്.